ടെർമിനേറ്റർ സീറോ ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ പോരാ, ജസ്റ്റ് ഫിനോമിനൽ. നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെയാണ് ഈ ഒരു ആനിമ ഇറങ്ങിയിരിക്കുന്നത്. റോട്ടൻ ടൊമാറ്റോസിൽ ഇതുവരെ 100 ആണ് ഇതിൻ്റെ സ്കോറുള്ളത്. അപ്പോൾ ഞാൻ അത്ര വലിയ ടെർമിനേറ്റർ ഫാനൊന്നുമല്ല, ബട്ട് ഈ ആനിമ വേറെ ലെവലാണ്. നിങ്ങൾ സൈബർ പങ്ക് എഡ്ജ് റണ്ണറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഇത് എന്തായാലും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ആൻഡ് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു, നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ ടെർമിനേറ്റേഴ്സ് മൂവീസിനേക്കാളും ത്രില്ലിംഗ് ആയിരിക്കും ഈ ഷോ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷോ കാണണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും തന്നെ കാണേണ്ടതില്ല, ഡയറക്റ്റ് വാച്ച് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഈ ഷോ കാനോൺ ആണ്, ടെർമിനേറ്റർ ഫ്രാഞ്ചൈസിൽ വരുന്ന ഒന്നാണ്. ആനിമയെ കുറിച്ച് പറയുമ്പോൾ ഹൊറിഫൈങ് ആണ്, ത്രില്ലിംഗ് ആണ്, അതുപോലെ ആക്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ സ്കോർ ഈ ആനിമയെ വളരെ നല്ല രീതിയിൽ പവറപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. സോ ടെർമിനേറ്റർ എന്താണെന്ന് അറിയാത്തവർക്ക്, ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ കിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു സൈബോർഗ് റോബോട്ടാണ്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഫ്യൂച്ചർ വേൾഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൈനെറ്റ് എന്ന് പറഞ്ഞ ഒരു AI കമ്പ്യൂട്ടറാണ് ഇത് ചെയ്തത്. അതും ഹ്യൂമൻ കൈൻഡിനെ മൊത്തം നശിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. സോ ടെർമിനേറ്റർ മൂവിയിലേക്ക് വരുമ്പോൾ അതിൽ ഫുൾ കോർണർ ഫാമിലി അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. എന്നാൽ ആനിമെ അതിനെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതിൻ്റെ റൈറ്റിംഗ് എല്ലാം വളരെ സെറ്റപ്പാണ്. ഒരു ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ടച്ചും എല്ലാം ഉണ്ട് ഇതിനകത്തെന്ന് പറയാം. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ അടിപൊളിയാണ്. ടൈം ട്രാവൽ സ്റ്റെഫിനെയൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആനിമയുടെ ഫസ്റ്റ് 4 എപ്പിസോഡ് ഒരു നോർമൽ ടെർമിനേറ്റർ മൂവി എങ്ങനെയാണോ ആ ഒരു സെയിം വൈബിലാണ് പോകുന്നത്. എന്തായാലും ഒട്ടും മോശമല്ല, വളരെ എൻഗേജിങ് ആണ്. ബട്ട് ദ 5th എപ്പിസോഡ് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്, ദ ജഡ്ജ്മെൻറ്റ് ഡേ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി ഇതൊന്ന് കണ്ടിട്ട് വിലയിരുത്തുക. 8 എപ്പിസോഡാണ് ടോട്ടൽ ഉള്ളത്. അതും 25 to 30 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. സോ ഒരു ടെർമിനേറ്റർ ഫാനാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് വിട്ടുകളയണ്ട, എന്തായാലും കണ്ടു നോക്കുക. പെട്ടെന്ന് കണ്ടു തീർക്കാവുന്ന ഒരു ഐറ്റമാണ്.